അടുക്കിനെ ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു. ബി.ജെ.പിക്ക് കേരളത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അധ്യക്ഷൻ തന്നെ ഇടയ്ക്ക് അദ്ദേഹം വലിയ തോതിൽ അതിന്റെ പേരിൽ പിന്നീട് കളിയാക്കപ്പെട്ടിരുന്നു എന്നതൊക്കെ ശരി. എന്നിരുന്നാലും 10-35 സീറ്റ് സ്വന്തമാക്കാൻ കഴിയും, കേരളം ഭരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ പ്രതീക്ഷയെ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബി.ജെ.പി സ്വന്തമാക്കിയ വോട്ടൊക്കെ അവർക്ക് പ്രതീക്ഷയും നൽകുന്നുണ്ട്. കാര്യം നടത്താൻ കഴിയുന്ന ഒരാളാണോ രാജീവ് ചന്ദ്രശേഖർ? എന്താണ് അങ്ങ് അനുമാനിക്കുന്നത്? അല്ല, ലോക്സഭയിലേക്ക് മത്സരിച്ചു, അദ്ദേഹം ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ഒരുപക്ഷെ ശശി തരൂരല്ല മറ്റാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ജയിക്കുമായിരുന്നു. ആ രീതിയിലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള പ്രചരണം അവിടെ നടത്തി എന്നുള്ളത് സത്യം. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ അദ്ദേഹം താരതമ്യേന കുറഞ്ഞ സമയമേ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം. അതും ശരിയാണ്. പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിച്ച് ഇപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ വിചാരിക്കാം. ജയിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ പോലൊരാളെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിട്ട്, സംസ്ഥാന പ്രസിഡന്റ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ രാജേഷ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നതോട് വിയോജിക്കും എന്നുള്ള എനിക്കറിയാം. പക്ഷേ ഇത് കാണുന്ന സാധാരണക്കാരോടാണ് എൻ്റെ ചോദ്യം. ഇദ്ദേഹത്തെ പോലൊരാൾ സംഘടനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പരിചയം എത്രയാണ്, അദ്ദേഹത്തിന് എന്തുമാത്രം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം. ഞാനിത് വേറൊരു രീതിയിൽ ചോദിക്കാം. നമ്മുടെ ശശി തരൂർ അരിതര സാധാരണമായ നിരവധി കഴിവുകളുള്ളൊരു മനുഷ്യനാണ് ആണല്ലോ, ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹം UN വലിയ ഉദ്യോഗം ഭരിച്ച ആളാണ്, കേരളത്തിൽ വലിയ സ്വീകാര്യതകളാണ്. അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റായിട്ട് വെച്ച് എങ്ങനെ? അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്ന പോലെയല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയായ പോലെയല്ല, അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകണമെങ്കിൽ പോലും അതുപോലെയുമല്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ 14 DCCകളെ ഫലപ്രദമായിട്ട് തരൂരിനെ നയിക്കാൻ പറ്റും, സംഘടനാ പ്രവർത്തനം ഊർജിതമായിട്ട് നടത്താൻ പറ്റും, കീഴ്ഘടകങ്ങളുമായിട്ട് സജീവമായിട്ട് ഇടപെടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ബഹുമാനുള്ളതാണ്. അല്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവി പരിവേഷം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് തരൂരിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതേ ബുദ്ധിമുട്ട് രാജീവിനും ഉണ്ടാകും എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയാറില്ല. ഇപ്പോൾ അദ്ദേഹം കഴിവുള്ള മനുഷ്യനാണ്, ചില്ലറക്കാരനൊന്നുമല്ല. ഇതുവരെ BJP കേരളത്തിൽ പരീക്ഷിച്ചിട്ടുള്ള മിക്കവാറും തന്നെ കാലാകാലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരായിട്ട് വന്ന ആളുകളാണ്. ശ്രീധരൻപിള്ളയാണെങ്കിലും ശരിയാണ്, CK പത്മനാഭനാണെങ്കിലും ശരിയാണ്. ഇവരൊക്കെ തന്നെ ഈ സംഘടനാ രംഗത്തു നിന്ന് വന്നവരാണ്. നേരത്തെ രാജഗോപാൽ, രാമൻപിള്ള, ഇവരൊക്കെ ആ രംഗത്തു നിന്ന് വന്നവരാണ്. ഇദ്ദേഹം മറ്റൊരു ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അതിലൊരു ചെറിയ വ്യത്യാസമുള്ളത് കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നാണ്. അദ്ദേഹം തന്നെ തനി BJP-കാരനായിരുന്നില്ല. അദ്ദേഹം RSSൽ നിന്ന് മറ്റ് ഹിന്ദു ഐക്യവേദിയിൽ കൂടിയൊക്കെ വന്ന ആളാണ്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ BJPയിൽ പ്രവർത്തിച്ച്, BJPയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് സംസ്ഥാന ഭാരവാഹിയായിരുന്നിട്ട് പിന്നെ പ്രസിഡൻ്റായവരാണ്. പക്ഷേ ഈ നമ്മൾ സാധാരണ ക്രിക്കറ്റ് കളിയിൽ തീരെ വിക്കറ്റ് വീഴാണ്ടായി കഴിയുമ്പോൾ ക്യാപ്റ്റൻ ബോളർമാരെ മാറ്റി മാറ്റി പരീക്ഷിക്കില്ല, അതുപോലെ പലരെയും പരീക്ഷിച്ചു. ശ്രീധരൻപിള്ളയുടെ സമയത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കുമ്മനത്തിൻ്റെ സമയത്തും സുരേന്ദ്രൻ വളരെ ജനകീയനായ ഒരു നേതാവാണ്, ജനസ്വീകാരനായിട്ടുള്ള ആളാണ്, പാർട്ടിക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും പ്രത്യേകിച്ച് ഒരു അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ശബരിമല സമരത്തിൽ സുരേന്ദ്രൻ കുറേ ദിവസം ജയിൽവാസമൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വന്നത്. എന്നിട്ട് പോലും ഉണ്ടായിരുന്നൊരു സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ജയിച്ച് നമുക്കറിയാം, സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചാൽ. പക്ഷേ BJPയുടെ വളർച്ച നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. കാരണം സമീപകാലങ്ങളിലൊക്കെ ആയിട്ട് അവർ കിട്ടുന്ന വോട്ടിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാര്യം, ഈ കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ട് ബേസ് ഏറെക്കുറെ പൂർണ്ണമായിട്ട് BJP കൈയടക്കി കഴിഞ്ഞു. അതറിയില്ല, സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റം. കേരളത്തിലെ ഹിന്ദുക്കൾ അധികം ഇടതുപക്ഷത്താണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് CPM-ലാണ്. ഹിന്ദുക്കളുടെ പാർട്ടി BJP അല്ല, CPM-ആണ്. മറിച്ച് കോൺഗ്രസ്സിൽ കുറേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു വിഭാഗം അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇപ്പോൾ BJP കൈയടക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് BJPയുടെ വളർച്ച ഉണ്ടായിട്ട്. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് 45% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. പിന്നെ 2 മുന്നണിയിലും BJP ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട്. അപ്പോൾ അതിലൊരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളിടത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പരീക്ഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കും. ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളുകൾ പല വിധത്തിലുള്ള കണക്കൂട്ടലുകൾ നടത്തിയിട്ടാണ്, കൂട്ടലും കിഴിക്കലും പല രീതിയിൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മളിപ്പോൾ പ്രവചിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുക, അത് എന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ള വേറെ ചോദ്യം.